100 ദിവസത്തെ തടി ഉറക്കണ ചലഞ്ചിൽ ഇന്നത്തെ ദിവസം 51. ഇന്നലെ വരെ ഉണ്ടായിരുന്ന പനിയും കാര്യങ്ങൾക്കൊക്കെ നല്ല കുറവുണ്ട്, പക്ഷെ ശ്വാസം മാത്രം കിട്ടണില്ല. എന്താണ് ഉപ്പ? എന്തായാലും അമ്മ എന്നെ കൊണ്ട് രാവിലെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്ന് റെഡി ആയിട്ട് എന്റെ ഈ ഒരു കൂട്ടുകാരൻ വിളിച്ച് ഞാനും അവനും കൂടി ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ നേരത്തെ കാലത്ത് വന്നുകൊണ്ട് ഹോസ്പിറ്റലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൊട്ടടുത്തുള്ളതായി ഒരു ഹോട്ടലിൽ പോയി 3 ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ചമ്മന്തിയും വാങ്ങി കഴിച്ച് രാവിലത്തെ വിശപ്പൊന്ന് മാറ്റിയിട്ട് നേരെ തിരിച്ച് ഒന്നും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഹോസ്പിറ്റലൊക്കെ തുറന്ന് ഡോക്ടറും വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഭാഗത്തിന് വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ പോയി ടോക്കനൊക്കെ എടുത്ത് ഡോക്ടറിനെ കാണിച്ചപ്പോൾ എനിക്ക് പൊടിന്റെ നല്ല അലർജി ഉണ്ട്, അതുകൊണ്ടാണ് ശ്വാസം മുട്ട് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് മരുന്ന് എഴുതിയിട്ടുണ്ട്, അതും വാങ്ങിയിട്ട് നേരെ പോയിട്ട് ആവി പിടിക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ഒരു ആവി പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ശ്വാസം നേരെ മാർഗം വന്നത് തന്നെ. അങ്ങനെ ആ ഒരു ആവിയെല്ലാം പിടിച്ചപ്പോഴേക്കും കൂട്ടുകാരൻ വണ്ടി എടുത്തിട്ട് വന്നു. ശേഷം ഞാനും അവനും കൂടി നേരെ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി നല്ല ക്ഷീണമുള്ളതുകൊണ്ടൊന്ന് ഉറങ്ങി എണിച്ചപ്പോഴേക്കും 3 മണി 3 കാലായി. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കുറച്ച് ഭക്ഷണം എടുത്തു. ഒരു കയ്യിൽ ചോറും വെള്ളപ്പേറിന് പുഴുക്കും സാമ്പാറും തേങ്ങ ചമ്മന്തി. എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് 3 മണിക്ക് ഞാൻ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എത്ര വയ്യണ്ടായാലും ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എന്തായാലും അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഒന്ന് കുളിച്ച് റെഡിയായി. രാത്രി ഒരു 8 മണിയായതും രാത്രി കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു. കനം കുറഞ്ഞ 3 ചപ്പാത്തിയും 2 മുട്ടക്കറിയും. രാത്രി കഴിക്കാൻ വേണ്ടി ഞാൻ ലേറ്റ് ആയിട്ട് ഇതാണ് ഉണ്ടാക്കി കഴിച്ചത്. എന്തായാലും അതും കഴിച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ 2-3 ഗുളിക എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ച് നാളെങ്കിലും ജിമ്മിൽ പോകണം പറഞ്ഞിട്ട് ഒരു 9 ആകുമ്പോഴേക്കും ഞാൻ നേരത്തെ കാലത്ത് കിടന്നുറങ്ങി. അപ്പൊ 100 ദിവസത്തിൽ 51 ദിവസം ഈ ഒരു ഹോസ്പിറ്റലിൽ ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് പോയി. ഇനി നമുക്ക് എന്തായാലും 52 ദിവസം നല്ല ഉഷാറോടെ കാണാം. അതുവരെ ബൈ.